ഹായ് എവരി വൺ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുകയാണല്ലോ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ക്യാബേജ് മുട്ടയും വെച്ചിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായിട്ട് പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി എണ്ണ നന്നായി ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. ഇനി കടുക് നന്നായി പൊട്ടി വരണം. അപ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവോളയും 3 വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പിലയും 2 പച്ചമുളകും കൂടെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ചെറിയ ക്യാബേജിൻ്റെ പകുതി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സായി വരുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം എല്ലാം കൂടി ചേർത്ത് വെച്ച് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി നോക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പം നന്നായിട്ട് വഴണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇനി ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. അപ്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. എന്നിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ച് നന്നായിട്ട് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് വെന്ത് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നന്നായി വെന്ത് വരുമ്പോഴത്തേക്ക് ഒരു മുട്ട എടുത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരല്പനേരം വെയിറ്റ് ചെയ്യാം. എന്നിട്ട് മുട്ട നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. അപ്പം നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ക്യാബേജും മുട്ടയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. മുട്ട എല്ലായിടവും നന്നായിട്ട് മിക്സായി വരണം. നമ്മൾ അങ്ങോട്ട് ഒഴിക്കുമ്പം തന്നെ ഇളക്കിയ എല്ലാം കൂടെ അങ്ങ് പൊടിഞ്ഞ് പോവും. ഇങ്ങനെ ആകുമ്പം ആ മുട്ടയുടെ പീസസൊക്കെ അതിലിങ്ങനെ കിടക്കും. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് വെച്ച് 1 മിനിറ്റ് ചെറിയ തീയിലിട്ട് അടച്ച് വെക്കണം. ഇപ്പം നമ്മുടെ റെസിപ്പി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു ഡിഷാണ്. എനിക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ സജഷൻസ് എന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും സേഫായിരിക്കണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.